ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വന്നിട്ട് ചേമ്പും കിഴങ്ങാണ്. ഇതിന് ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ വേവിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ തൊലിയോടെ വെച്ച് തന്നെ വേവിക്കുന്നത്, കാരണം നല്ലവണ്ണം കഴുകി അതിൻ്റെ മണ്ണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മുഴുവനെ വെച്ചാണ് വേവിക്കുന്നത്. ചേമ്പും കിഴങ്ങ് വേവിക്കാൻ പോകണം. കുറച്ച് വെള്ളം വെച്ച് ഇനി അവിടെ ഇരുന്ന് വേകട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഉപ്പ് വെള്ളത്തിലോട്ടിടാം. ഞാനിട്ടില്ല. അത് ചിലവർക്ക് ഉപ്പ് അല്പ രുചി വേണമെങ്കിൽ മാത്രം ഇടാം. അത് കാരണം തൊലി പൊളിക്കുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ആ കിഴങ്ങാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ ചേമ്പും കിഴങ്ങ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഞാനിനൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോകുന്നു. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. ഞാനിനി ഇതിൻ്റെ തൊലിയെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പോൾ കണ്ടോ, നമ്മുടെ മുട്ട വേവിച്ച് പൊളിച്ചെടുത്തതുപോലെ ഇരിക്കുന്നു. കണ്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ്. ബായ്.